ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി ബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയുടെ ആര്യ കാലഘട്ടം അല്ലെങ്കിൽ വേദകാലഘട്ടം എന്ന ടോപ്പിക്കിൻ്റെ മൂന്നാം ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെയും പാർട്ട് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇവയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കേരള PSC, SSC, കാസ്, UPSC എക്സാംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇത്തരം ടോപ്പിക്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് നോളജ് ലഭിക്കുവാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താൻ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആര്യ കാലഘട്ടം പൊതുവെ BC 1500-നും 600-നും ഇടയ്ക്കായിട്ടാണ് നിലനിന്നിരുന്നത്. ഇതിൽ ഋഗ്വേദം രചിക്കപ്പെട്ട കാലമാണ് ആദ്യ കാലഘട്ടം അല്ലെങ്കിൽ ഏർലി വേദിക് പീരീഡ് എന്നറിയപ്പെടുന്നത്. ഈ കാലഘട്ടം 1500 BC-ക്കും 1000 BC-ക്കും ഇടയ്ക്കായിട്ടാണ് വരുന്നത്. ഇതിനുശേഷമാണ് ലേറ്റർ വേദിക് പീരീഡ് വരുന്നത്. പിൽക്കാല ആര്യ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടം 1000 BC-ക്കും 600 BC-ക്കും ഇടയ്ക്കായാണ് നിലനിന്നിരുന്നത്. ഈ കാലഘട്ടത്തിലാണ് ബാക്കി 3 വേദങ്ങളായ യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവ രചിക്കുന്നത്. ഈ രണ്ട് കാലഘട്ടങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളിലും സമൂഹത്തിലും ഭരണത്തിലും ജാതി വ്യവസ്ഥയിലും സമൂഹത്തിലെ സ്ത്രീകളുടെ സ്ഥാനമാനങ്ങളിലും വലിയ വ്യത്യാസങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ കാലഘട്ടത്തിലെയും സവിശേഷത എന്തൊക്കെയായിരുന്നു എന്നുകൂടി മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, ഏർലി വേദിക് പീരീഡ്. ഏർലി വേദിക് പീരീഡ് അല്ലെങ്കിൽ ആദ്യ ആര്യ കാലഘട്ടം എന്നുള്ളത് 1500 BC-ക്കും 1000 BC-ക്കും ഇടയിലായിട്ടാണ് നിലനിന്നിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതിനിടയ്ക്കാണ്? 1500 BC-ക്കും 1000 BC-ക്കും ഇടയ്ക്കായിട്ടാണ് ഏർലി വേദിക് പീരീഡ് നിലനിന്നിരുന്നത്. സോ ഈ കാലഘട്ടത്തിൽ പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു. ആ സമയത്ത് ജനസംഖ്യ എങ്ങനെയായിരുന്നു? വളരെ കുറവായിരുന്നു. ഇന്നത്തെ പോലെ കുടുംബങ്ങളായിട്ടായിരുന്നു അവരും ജീവിച്ചിരുന്നത്. എന്താണ് ഇന്നത്തെ പോലെ കുടുംബങ്ങളായിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. കുടുംബത്തിലെ പുരുഷനെ ഗൃഹപതി എന്നും അദ്ദേഹത്തിന്റെ പത്നിയെ സപത്നി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം എന്താണ്? കുടുംബത്തിലെ പുരുഷനെ ഗൃഹപതി എന്നും ഇദ്ദേഹത്തിന്റെ പത്നിയെ സപത്നി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. സ്ത്രീക്കും പുരുഷനും കുടുംബത്തിൽ തുല്യ പ്രാധാന്യമായിരുന്നു. ഇതൊരു ജോയിന്റ് ഫാമിലി പോലെയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ഈ ഫാമിലിയെ ഗൃഹ അല്ലെങ്കിൽ കുലം എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ്? ഈ ഫാമിലിയെ നമ്മൾ ഗൃഹ അല്ലെങ്കിൽ കുലം എന്നാണ് വിളിച്ചിരുന്നത്. ഇതുപോലെ ഒരുപാട് കുലം അല്ലെങ്കിൽ ഒരുപാട് ഗൃഹ ചേർന്നതാണ് ഒരു ഗ്രാമമാകുന്നത്. ഇതുപോലെ ഒരുപാട് ഗ്രാമങ്ങൾ ചേർന്ന് വിഷ്, അതായത് ഇന്നത്തെ താലൂക്ക് പോലെയുള്ള വിഷ് ഉണ്ടാകുന്നു. ഒരുപാട് വിഷുകൾ ചേർന്ന് ജന അല്ലെങ്കിൽ രാജ്യമാകുന്നു. അപ്പം വളരെ ചെറിയ രാജ്യമായിരിക്കും ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരിക്കുക. കാരണം എന്താണ്? പോപ്പുലേഷൻ വളരെ കുറവാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം എന്താണ്? ഏർലി വേദിക് പീരീഡിലെ കുടുംബം എന്ന് പറയുന്നത് അതിലൊരു പുരുഷൻ ഉണ്ടായിരിക്കും. ആ പുരുഷൻ ഗൃഹപതി എന്നറിയപ്പെടും. പുരുഷന്റെ പത്നിയാണ് സപത്നി എന്നറിയപ്പെടുന്നത്. ഇവരുടെ ഒരു ഫാമിലിയെ ഗൃഹ അല്ലെങ്കിൽ കുലം എന്ന് വിളിക്കുന്നു. ഈ ഗൃഹകൾ ചേർന്നിട്ട് ഒരുപാട് ഗൃഹകൾ ചേർന്നിട്ട് ഒരു ഗ്രാമമായും ഒരുപാട് ഗ്രാമങ്ങൾ ചേർന്ന് ഇന്നത്തെ താലൂക്കായിട്ടുള്ള വിഷ്, എന്താണ് അന്നത്തെ പേരെന്താണ്? വിഷ് എന്നാണ്. ഇപ്പം വിഷ് ആയും അതുപോലെ ഒരുപാട് വിഷുകൾ ചേർന്ന് ജന അല്ലെങ്കിൽ രാജ്യമായി മാറുന്നു. അന്നത്തെ കാലത്ത് വളരെ ചെറിയ രാജ്യമായിരിക്കും ഉണ്ടായിരുന്നിരിക്കുക. ഈ ജനയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അധികാരിയാണ് രാജൻ അല്ലെങ്കിൽ രാജാവ്. എന്താണ്? ഈ ജനയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അധികാരി ആരായിരുന്നു? രാജൻ അല്ലെങ്കിൽ രാജാവായിരുന്നു. സോ ഈ രാജാവിന് കുറച്ച് അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏർലി വേദിക് പീരീഡിലെ രാജാവിന്റെ അധികാരങ്ങൾ എന്ന് പറയുന്നത് ഇദ്ദേഹം സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതാണ്, ഇദ്ദേഹം സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരുന്നു ഇദ്ദേഹം സേവനം നടത്തിയിരുന്നത്. എന്താണ്? ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സേവനം ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിയായിരുന്നു ഏർലി വേദിക് പീരീഡിലെ രാജാവ് അല്ലെങ്കിൽ രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പം ഇദ്ദേഹത്തിന് വിപുലമായ അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ രാജാവിനെ നിയന്ത്രിക്കാൻ ജനസഭകൾ അല്ലെങ്കിൽ ഗോത്രസഭകൾ ഉണ്ടായിരുന്നു. എന്താണ്? രാജാവിനെ നിയന്ത്രിക്കാൻ ജനസഭകൾ അല്ലെങ്കിൽ ഗോത്രസഭകൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അപ്പം സ്ഥിരമായ ഒരു സൈന്യവും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പം എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ തത്കാലത്തേക്കൊരു സൈന്യത്തെ വിന്യസിപ്പിച്ച് യുദ്ധത്തിനിറങ്ങുകയായിരുന്നു പതിവ്. എന്താണ്? സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിന് ഒരു സൈന്യം ഉണ്ടായിരുന്നില്ല. ഇതല്ല, എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ തൽക്കാലത്തേക്കൊരു സൈന്യത്തെ വിന്യസിപ്പിച്ച് യുദ്ധത്തിനിറങ്ങുകയായിരുന്നു ഈ രാജാവിൻ്റെ പതിവ്. അതുപോലെ രാജാവിന് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സ്വയമേ ബലി എന്നറിയപ്പെടുന്ന ഒരു വരുമാനം രാജാവിന് കൊടുക്കാറാണ് പതിവ്. എന്താണ് ആ വരുമാനത്തിൻ്റെ പേരെന്താണ്? ബലി. അപ്പോൾ എന്താണ് ഈ രാജാവിൻ്റെ അധികാരങ്ങൾ? എന്താണ് ഏർലി വേദിക് പീരീഡിലെ രാജാവിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഈ രാജൻ അല്ലെങ്കിൽ രാജാവ്. ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സേവനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ വിപുലമായ അധികാരങ്ങളൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. രാജാവിനെ നിയന്ത്രിക്കാൻ ജനസഭകൾ അല്ലെങ്കിൽ ഗോത്രസഭകൾ ഉണ്ടായിരുന്നു. അതുപോലെ സ്ഥിരമായിട്ടൊരു സൈന്യം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ മാത്രം തൽക്കാലത്തേക്കൊരു സൈന്യത്തെ വിന്യസിപ്പിച്ച് യുദ്ധത്തിനിറങ്ങുകയായിരുന്നു പതിവ്. അതുപോലെ രാജാവിന് പ്രത്യേകിച്ചൊരു വരുമാനം ഇല്ലാതിരുന്നതിനാൽ ജനങ്ങൾ സ്വയമേ ബലി എന്നറിയപ്പെടുന്ന ഒരു വരുമാനം രാജാവിന് കൊടുക്കാറാണ് പതിവ്. ഓക്കെ, അതുപോലെ ആര്യ സമുദായത്തിലെ രാജാവിനെ ഗോത്രസഭകൾ നിയന്ത്രിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഗോത്രസഭകളാണ്
ഏതാണ്? വിധാത, ഗണ, സഭ, സമിതി. എന്തൊക്കെയാണ്? ആര്യ സമുദായത്തിലെ രാജാവിനെ ഗോത്രസഭകൾ നിയന്ത്രിക്കുമല്ലോ. സോ അത്തരത്തിലുള്ള ഗോത്രസഭകളുടെ പേരുകളാണ് വിധാത, ഗണ, സഭ, സമിതി. ഏതൊക്കെയാണ്? വിധാത, ഗണ, സഭ, സമിതി. സോ ആര്യ കാലഘട്ടത്തിലെ ഏറ്റവും പ്രാചീനമായ ഗോത്രസഭയാണ് വിധാത എന്ന് പറയുന്നത്. ഇപ്പം എന്താണ്? ആര്യ സമുദായത്തിലെ ആര്യ കാലഘട്ടത്തിലെ ഏറ്റവും പ്രാചീനമായ ഗോത്രസഭ ഏതാണ്? അത് വിധാതയാണ്. അതുപോലെ ഗണ എന്ന് പറയുന്നത് എന്താണ്? അത് സൈനിക കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഗോത്രസഭയാണ്. അപ്പോൾ എന്താണ്? സൈനിക കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഗോത്രസഭ ഏതാണ്? ഗണയാണ്. പിന്നെ സഭ അല്ലെങ്കിൽ സമിതി എന്ന് പറയുന്ന 2 സഭകൾ കൂടിയുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ സമിതികളാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട 2 ജനകീയ സമിതികളാണ് സഭയും സമിതിയും. സഭയുടെ പ്രത്യേകത എന്താണ്? അവിടെ ബ്രാഹ്മണർക്കും പ്രഭുക്കന്മാർക്കും മാത്രമേ അംഗത്വമുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് സഭ എന്ന് പറയുന്നത്. സഭയിൽ ബ്രാഹ്മണർക്കും പ്രഭുക്കന്മാർക്കും മാത്രമാണ് അംഗത്വമുള്ളത്. അതേപോലെ സമിതിയിലാണെങ്കിലും അത് സാധാരണക്കാരുടെ അസംബ്ലിയാണ്. ഓക്കെ, അപ്പോൾ സാധാരണക്കാരുടെ അസംബ്ലിയാണ് സമിതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആര്യ സമുദായത്തിൽ രാജാവിനെ ഗോത്രസഭകൾ അല്ലെങ്കിൽ ജനസഭകൾ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ഗോത്രസഭകളാണ് വിധാത, ഗണ, സഭ, സമിതി. സോ വിധാതയുടെ പ്രത്യേകത എന്താണ്? ആര്യ കാലഘട്ടത്തിലെ ഏറ്റവും പ്രാചീനമായ ഗോത്രസഭയാണ് വിധാത എന്ന് പറയുന്നത്. അതുപോലെ ഗണയാണെങ്കിലോ സൈനിക കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ഗോത്രസഭയാണ് ഗണ. സഭ അല്ലെങ്കിൽ സമിതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ സമിതികളാണ്. സഭയുടെ പ്രത്യേകത ബ്രാഹ്മണർക്കും പ്രഭുക്കന്മാർക്കും മാത്രമേ ആ ഒരു സഭയിൽ അംഗത്വമുള്ളൂ. അതേപോലെ സമിതിയിലാണെങ്കിലോ അത് സാധാരണക്കാരുടെ അസംബ്ലിയാണെന്നും ഓർത്തിരിക്കാം. അപ്പോൾ ഈ ഒരു സമിതിയിൽ സ്ത്രീകൾക്ക് അന്ന് എന്താണ്? അംഗത്വം ലഭിച്ചിരുന്നു. അപ്പോൾ ഈ ഏർലി വേദിക് പീരീഡിൽ സ്ത്രീകൾക്ക് ഈ സമിതിയിൽ അംഗത്വം ലഭിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും എൽഡർ ആയിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ രാജനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതായത് ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഇവിടെ രാജൻ അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുന്ന ഒരു അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ ആളുകളെ അവർ ചെയ്തിരുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തിരിച്ചിരുന്നു. അപ്പോൾ എന്താണ്? ഈ ഒരു കാലഘട്ടത്തിലെ അതായത് ഏർലി വേദിക് പീരീഡിലെ ആളുകളെ എന്താണ്? അവർ ചെയ്തിരുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും 3ആയിട്ട് തിരിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു അവ? ഒന്ന് പ്രീസ്റ്റ്, മറ്റൊന്ന് സോൾജിയർ, തേർഡ് വൺ കോമൺ പീപ്പിൾ. അപ്പോൾ എന്താണ്? പ്രീസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് രാജൻ അല്ലെങ്കിൽ രാജാവിനായിട്ട് പൂജകൾ ചെയ്തിരുന്നവരാണ്. അപ്പോൾ പ്രീസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പുരോഹിതർ എന്ന് പറയുന്നത് രാജൻ അല്ലെങ്കിൽ രാജാവിന് വേണ്ടി പൂജകൾ ചെയ്തിരുന്ന വ്യക്തികളാണ് പ്രീസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ജോലി ചെയ്തിരുന്നവർ. അടുത്ത സോൾജിയേഴ്സ് ആണെങ്കിൽ എന്താണ്? രാജാവിന് വേണ്ടി യുദ്ധങ്ങൾ ചെയ്തിരുന്നവരാണ് സോൾജിയേഴ്സ്. കോമൺ പീപ്പിൾ ആണെങ്കിൽ ജനയിൽ ഉൾപ്പെട്ടിരുന്നവരാണ്. ആരാണ്? കോമൺ പീപ്പിൾ ആണെങ്കിൽ ജനയിൽ ഉൾപ്പെട്ടിരുന്നവരാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഏർലി വേദിക് പീരീഡിലെ ജോലിയുടെ അടിസ്ഥാനത്തിലുള്ള വിഭാഗക്കാരൊക്കെയാണ്? ഒന്ന് പ്രീസ്റ്റ്, പിന്നെ ഒന്ന് സോൾജിയേഴ്സ്, മറ്റൊന്ന് കോമൺ പീപ്പിൾ. പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ രാജാവിനെ പൂജകൾ ചെയ്തിരുന്നവരും, സോൾജിയേഴ്സ് രാജാവിന് വേണ്ടി യുദ്ധം ചെയ്തിരുന്നവരും, കോമൺ പീപ്പിൾ ജനയിൽ ഉൾപ്പെട്ടിരുന്നവരുമായിരുന്നു. ഓക്കെ, ജനയിൽ ഉൾപ്പെട്ടിരുന്ന സാധാരണ ആൾക്കാർ ചെയ്തിരുന്ന ജോലി പ്രധാനമായിട്ടും മൃഗപരിപാലനവും ഇടയ ജീവിതവുമായിരുന്നു. എന്തായിരുന്നു? മൃഗപരിപാലനവും ഇടയ ജീവിതവുമായിരുന്നു സാധാരണ ജനങ്ങൾ ചെയ്തിരുന്ന തൊഴിൽ. അപ്പോൾ പ്രത്യേകിച്ച് കൃഷിയൊന്നും ഇല്ലായിരുന്നുവെങ്കിലും അവർ ബാർലി കൃഷി ചെയ്തിരുന്നതായിട്ട് തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ബാർലി കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഗ്രാമീണ ജീവിതമായിരുന്നു ഇവർ നയിച്ചിരുന്നത്. അപ്പോൾ എന്താണ്? ഗ്രാമീണ ജീവിതമായിരുന്നു ആര് നയിച്ചിരുന്നത്? ഏർലി വേദിക് പീരിയഡിലെ സാധാരണ ജനങ്ങൾ ചെയ്തിരുന്ന ജോലി എന്തായിരുന്നു? മൃഗപരിപാലനവും ഇടയ ജീവിതവുമായിരുന്നു. ഇടയ്ക്ക് അവർ ബാർലിയും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ പ്രധാന ഭക്ഷണം എന്തായിരുന്നു? ഭക്ഷണം പാലും പാലുൽപ്പന്നങ്ങളുമായിരുന്നു. ഓക്കെ, പാലും പാലുൽപ്പന്നങ്ങളുമായിരുന്നു എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ. അതുപോലെ പശുവിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഏത്? ഈ ഒരു ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പശുവിൻ്റെ എണ്ണത്തിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്ന ഒരു സമൂഹം കൂടിയായിരുന്നു. അപ്പോൾ എത്രത്തോളം പശു ഉണ്ടോ അത്രത്തോളം സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പശുവിനെ തട്ടിക്കൊണ്ടു പോകലായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കുറ്റകൃത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നത് എന്തിനായിരുന്നു? പശുവിനായിരുന്നു. സോ പശുവിന് അത്രയും പ്രാധാന്യമുള്ള പശുവിനെ തട്ടിക്കൊണ്ടു പോകലായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത്. അത് മിക്കപ്പോഴും എന്താണ്? പല യുദ്ധങ്ങളിലും അത് അവസാനിക്കുകയും ചെയ്തിരുന്നു. സോ ആ സമയത്ത് പശുവിനെ ആരാധിക്കപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പം എന്താണ്? പശുവിനെ ആരാധിക്കപ്പെട്ടിരുന്നു ഏത് കാലത്ത്? ഏർലി വേദിക് പീരീഡിൽ. അപ്പം എന്താണ്? ജനയിൽ ഉൾപ്പെട്ടിരുന്ന കോമൺ പീപ്പിൾ ചെയ്ത തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു? മൃഗപരിപാലനവും ഇടയ ജീവിതവുമായിരുന്നു. ഇടയ്ക്ക് അവർ ബാർലിയും കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്തായിരുന്നു? പാലും പാലുൽപ്പന്നങ്ങളുമായിരുന്നു. പശുവിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. അതുപോലെ പശുവിൻ്റെ എണ്ണത്തിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതി വിലയിരുത്തപ്പെടുന്ന ഒരു സമൂഹം കൂടിയായിരുന്നു. ഓക്കെ, അപ്പോൾ പശുവിനെ തട്ടിക്കൊണ്ടു പോകലായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ. ധാരാളം യുദ്ധങ്ങൾ ഇതിൻ്റെ പേരിലും നടന്നിരുന്നു. ഓക്കെ, പശുവിനെ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു കാലം കൂടിയാണ് ഏത്? കാലഘട്ടം കൂടിയാണ് ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഏർലി വേദിക് പീരീഡിലെ ആളുകൾ ഇത്തരത്തിലുള്ള ജോലികളാണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലായിരുന്നു അവരുടെ സൊസൈറ്റി എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കി? ഋഗ്വേദം വായിച്ച് മനസ്സിലാക്കിയതിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഋഗ്വേദത്തിലെ ചില വാക്കുകളാണ് ദുഹിത്രി, ഗോവിഷ്ടി, ഗവിഷ്ടി. എന്തൊക്കെയാണ്? ദുഹിത്രി, ഗോവിഷ്ടി, ഗവിഷ്ടി.
ഗവിഷ്ടി. ഇതിൽ ദുഹിത്രി എന്ന സംസ്കൃതം പദത്തിന്റെ അർത്ഥം പശുവിനെ കറക്കുന്നവൾ എന്നാണ്. എന്താണ്? പശുവിനെ കറക്കുന്നവൾ എന്നാണ് ദുഹിത്രിയുടെ അർത്ഥം. ഋഗ്വേദത്തിൽ ഇത് മകൾ എന്നുള്ളൊരു മീനിങ്ങിലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു വാക്കാണ് ഗോവിഷ്ടി. ഗോവിഷ്ടി എന്ന് പറയുന്ന സംസ്കൃതം പദത്തിന്റെ അർത്ഥം എന്താണ്? പശുവിനെ അന്വേഷിക്കുന്നവൾ എന്നാണ്. എന്താണ്? പശുവിനെ അന്വേഷിക്കുന്നവൾ. അതുപോലെ ഗവിഷ്ടി എന്ന് പറയുന്നത് എന്താണ്? യുദ്ധമാണ്. ഗവിഷ്ടി യുദ്ധം. സോ ഋഗ്വേദത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള 3 പ്രധാനപ്പെട്ട വാക്കുകളാണ് ദുഹിത്രിയും ഗോവിഷ്ടിയും ഗവിഷ്ടിയും. ദുഹിത്രി എന്ന് പറയുന്ന മകളാണ്, പശുവിനെ കറക്കുന്നവൾ എന്നാണ് എൻ്റെ മീനിങ്. ഗോവിഷ്ടി എന്ന് പറയുന്നത് പശുവിനെ അന്വേഷിക്കുന്നവർ, ഗവിഷ്ടി എന്ന് പറയുന്നത് യുദ്ധമാണ്. ഏർലി വേദിക് പീരീഡിലെ ആളുകൾ ദൈവങ്ങളായി ആരാധിച്ചിരുന്നത് ഇന്ദ്രനെയും അഗ്നിയെയും വരുണനെയും മരുതിനെയുമായിരുന്നു. അപ്പോൾ ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ മഴയുടെയും ഇടിയുടെയും മിന്നലിൻ്റെ ദേവനായിട്ടാണ് കണ്ടിരുന്നത്. എന്താണ്? മഴയുടെയും ഇടിയുടെയും മിന്നലിൻ്റെയും ദേവനായി കണ്ടിരുന്നത് ആരെയാണ്? ഇന്ദ്രനെയാണ്. കൂടാതെ കോട്ടകളുടെ സംരക്ഷകൻ എന്ന പേരിൽ, പുരന്ദരൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? ഇന്ദ്രനെയാണ്. എന്താണ്? കോട്ടകളുടെ സംരക്ഷകൻ എന്ന അർത്ഥമുള്ള പുരന്ദരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവനും ആര് തന്നെയാണ്? ഇന്ദ്രനാണ്. അതുപോലെ ഒരു ദേവനാണ് അഗ്നി എന്ന് പറയുന്നത്. പിന്നീടുള്ളതാണ് വരുണൻ. ജലത്തിന്റെ ദേവനാണ് വരുണൻ എന്ന് പറയുന്നത്. അതുപോലെ വായുദേവനാണ് മരുത് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ദൈവങ്ങളായിട്ട് ആരാധിച്ചിരുന്നത് ആരെയൊക്കെയാണ്? ഇന്ദ്രനെയും അഗ്നിയെയും വരുണനെയും മരുതിനെയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രാർത്ഥനാ രീതികൾക്ക് വലിയ പ്രാധാന്യവും ഉണ്ടായിരുന്നു. ഇവർ ആരാധിച്ചിരുന്ന സ്ത്രീ ദൈവങ്ങളായിരുന്നു അദിതിയും ഉഷസ്സും. ആരൊക്കെയാണ്? അദിതിയും ഉഷസ്സുമാണ് ഏർലി വേദിക് പീരീഡിലെ ആളുകൾ ആരാധിച്ചിരുന്ന സ്ത്രീ ദൈവങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് വിഗ്രഹാരാധന ഇല്ലായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. എന്താണ്? വിഗ്രഹാരാധന ഇല്ലായിരുന്നു. ഓക്കെ, ഇത്രയുമാണ് അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ. അത്രയുമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആര്യ സമുദായത്തിലെ കൈമാറ്റ വ്യവസ്ഥയിൽ നാണയങ്ങളില്ലായിരുന്നു. അപ്പം എന്താണ്? സാധനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നാണയങ്ങൾ അവർ പരസ്പരം കൈമാറിയിരുന്നില്ല. പകരം ഒരു ബാർട്ടർ സമ്പ്രദായമായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ഏതാണ്? ബാർട്ടർ സമ്പ്രദായമായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ അപൂർവമായിട്ട് നിഷ്ക എന്നറിയപ്പെട്ടിരുന്ന സ്വർണ്ണ നാണയങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. എന്താണ്? നിഷ്ക എന്നറിയപ്പെട്ടിരുന്ന സ്വർണ്ണ നാണയങ്ങൾ അവർ അപൂർവമായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലായിരുന്നു. അപ്പം എന്താണ്? ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ മറ്റുള്ളവരെ എന്താണ്? ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ലായിരുന്നു. സോ ഇത്രയുമാണ് ഏർലി വേദിക് പീരീഡിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ലേറ്റർ വേദിക് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇത് 1000 BC ക്കും 600 BC ക്കും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് ലേറ്റർ വേദിക് പീരീഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, എന്താണ്? 1000 BC ക്കും 600 BC ക്കും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കാലഘട്ടത്തിൽ ആര്യന്മാർ സപ്തസിന്ധു എന്ന പഞ്ചാബ് പ്രദേശത്ത് നിന്ന് ഗംഗാ നദിയുടെ തീരത്തേക്ക് കാട് വെട്ടിത്തെളിച്ച് പോവുകയും ആര്യവർത്തനം എന്നറിയപ്പെടുന്ന ഈ കുടിയേറ്റത്തിന് ശേഷം ഗംഗാ നദിയുടെ തീരത്തുള്ള ഫലഭൂയിഷ്ടമായ മണ്ണിൽ ഇരുമ്പ് കൊണ്ടുള്ള കലപ്പ ഉപയോഗിച്ച് കൃഷി ആരംഭിക്കുകയും ഒടുവിൽ നൊമാഡിക് ലൈഫിൽ നിന്നും സെറ്റിൽഡ് ലൈഫിലേക്ക് ആര്യന്മാരുടെ ജീവിതം മാറുകയാണ് ചെയ്തത്. അപ്പം എന്താണ്? ഈ ഒരു കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിലാണ്? 1000 BC ക്കും 600 BC ക്കും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ആര്യന്മാർ സപ്തസിന്ധു എന്ന പഞ്ചാബ് പ്രദേശത്ത് നിന്ന് ഗംഗാ നദിയുടെ തീരത്തേക്ക് കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ച് കാട് വെട്ടിത്തെളിച്ച് ഗംഗാ നദിയുടെ തീരത്തേക്ക് എന്ത് ചെയ്യുന്നു? ഇവർ കുടിയേറുന്നു. സോ ഈ ഒരു കുടിയേറ്റത്തെയാണ് ആര്യവർത്തനം എന്ന ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്തു? മണ്ണിൽ അവർ കൃഷി ആരംഭിക്കുകയും ഒടുവിൽ നൊമാഡിക് ലൈഫിൽ നിന്നും അവർ സെറ്റിൽഡ് ലൈഫിലേക്ക് എന്ത് ചെയ്തു? ആര്യന്മാരുടെ ജീവിതം മാറുകയുമാണ് ഉണ്ടായത്. സോ ഇത്തരത്തിൽ ആര്യന്മാർ താമസിച്ചിരുന്ന ആ സ്ഥലത്തെ ജനപദ എന്നാണ് പറയുന്നത്. എന്താണ്? ജനപദ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം ജനപദയുടെ തലവനായിട്ട് ഒരു രാജാവിനെയും അവർ തെരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ എന്താണ്? ഇത്തരത്തിൽ ആര്യന്മാർ താമസിച്ചിരുന്ന ആ സ്ഥലത്തെ എന്താണ് അറിയപ്പെട്ടിരുന്നത്? ജനപദ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജനപദയ്ക്ക് എന്താണ്? ഒരു രാജാവിനെ അവർ തെരഞ്ഞെടുത്തിരുന്നു. ഈ ആര്യന്മാരാണ് ഇരുമ്പ് കൊണ്ടുവന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ എന്ത് ചെയ്തു? കൃഷിയൊക്കെ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? ഒരുപാട് വിളവുകൾ ലഭിച്ചു. അങ്ങനെ അവർക്ക് ഒരുപാട് കച്ചവടം കൂടുതലായി നടന്നു. ഇതിനെ തുടർന്ന് ട്രേഡ് സെൻറ്റേഴ്സ് രൂപപ്പെട്ടു. എന്താണ്? ട്രേഡ് സെൻറ്റേഴ്സ് രൂപപ്പെട്ടു. ഇത് പിന്നീട് നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു. ഇങ്ങനെ പല നഗരങ്ങളെയും കണക്ട് ചെയ്ത് ട്രേഡ് റൂട്ട്സുകൾ ഉണ്ടായി. എന്താണ്? പല നഗരങ്ങളെയും കണക്ട് ചെയ്ത് ട്രേഡ് റൂട്ട്സ് ഉണ്ടായി. ഇങ്ങനെ നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടപ്പോൾ കുറേ നഗരങ്ങൾ ചേർന്ന് എന്താണ്? വളരെ വലിയ ഭൂപ്രദേശമാവുകയും ഇത് ഒരാളുടെ അധികാരത്തിന് കീഴിലായിട്ട് വരികയും ചെയ്തു. ഇങ്ങനെ വളരെ വലിയൊരു ഭൂപ്രദേശമായപ്പോൾ അതിനെ പറയുന്ന പേരാണ് മഹാജനപദ. എന്താണ്? മഹാജനപദ. ഇപ്പോൾ ഈ ജനപദ എന്തായിട്ട് മാറി? മഹാജനപദയായി മാറി. ഓക്കെ, നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞത്? ഏർലി വേദിക് പീപ്പിളിലെ ജനങ്ങൾ ആര്യവർത്തനത്തിലൂടെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? ലേറ്റർ വേദിക് പീരീഡിൽ എത്തി നിൽക്കുകയാണ്. അവിടെ എത്തിയതിന് ശേഷം എന്ത് ചെയ്തു? അവർ അവിടെ കൃഷിയൊക്കെ ആരംഭിച്ചു. അപ്പോൾ കൃഷി ആരംഭിച്ചപ്പോൾ ആ ഒരു പ്രദേശത്തെ അവർ താമസിച്ചിരുന്ന ആ ഒരു പ്രദേശത്തെ അറിയപ്പെട്ടിരുന്നത് ജനപദ എന്നാണ്. ഓക്കെ, അപ്പോൾ ജനപദയിൽ എന്ത് ചെയ്തു? അവർ പതുക്കെ കൃഷിയൊക്കെ തുടങ്ങി. അങ്ങനെ വിളവൊക്കെ ഒരുപാട് ലഭിച്ചതോടെ കച്ചവടം കൂടുതലായി. ഇതിനെ തുടർന്ന് അവിടെ ട്രേഡ് സെൻറ്ററുകൾ രൂപീകരിച്ചു. ഇത് പിന്നീട് നഗരങ്ങളായി മാറി. ഇങ്ങനെ പല നഗരങ്ങളെ കണക്ട് ചെയ്ത് ട്രേഡ് റൂട്ട്സുകൾ ഉണ്ടായി. ഇങ്ങനെ നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടപ്പോൾ കുറേ നഗരങ്ങൾ ചേർന്ന് വളരെ വലിയ
ഭൂപ്രദേശമായിട്ട് മാറി. ഈ വളരെ വലിയ ഭൂപ്രദേശത്തെയാണ് നമ്മൾ മഹാജനപദ എന്ന് പറയുന്നത്. എന്താണ് മഹാജനപദ എന്ന് പറയുന്നത്? ഈ മഹാജനപദ എന്താണ് ഒരാളുടെ അധികാരത്തിന് കീഴിലേക്ക് മാറുകയാണ് പിന്നീട് ഉണ്ടായത്. ഇവിടെ നമ്മൾ കുറച്ച് നഗരങ്ങൾ രൂപീകരിച്ചു എന്ന് പറഞ്ഞു. സോ അങ്ങനെയുള്ള നഗരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് രാജഗ്രഹ, അതുപോലെ സ്രവാഷ്ടി, വൈശാലി, ബനാറസ്, കുശിനഗർ, കൗസംബി. എന്തൊക്കെയാണ്? രാജഗ്രഹ, സ്രവാഷ്ടി, വൈശാലി, ബനാറസ്, കുശിനഗർ, കൗസംബി എന്നിവയൊക്കെ എന്താണ് ഇങ്ങനെയുള്ള ചില നഗരങ്ങൾക്ക് ഉദാഹരണങ്ങളാണെന്ന് ഓർത്തിരിക്കുക. സോ ഇത്തരത്തിലുള്ള നഗരങ്ങളിൽ നിന്ന് പിന്നീട് എന്താണ് മഹാജനപദകളൊക്കെ ഉണ്ടായ കാര്യവും നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിൽ 2 തരത്തിലുള്ള മഹാജനപദകളാണ് നിലനിന്നിരുന്നത്. എന്താണ്? 2 തരത്തിലുള്ള മഹാജനപദകളാണ് നിലനിന്നിരുന്നത്. ഒന്നെന്തായിരുന്നു? ഗംഗാ നദീ തീരത്തുള്ള മഹാജനപദ. എന്താണ്? ഒന്ന് ഗംഗാ നദീ തീരത്തുള്ള മഹാജനപദയും രണ്ടാമത്തേത് ഹിമാലയൻ മലനിരകൾക്ക് കീഴിലുള്ള മഹാജനപദികളും. എന്താണ്? ഒന്ന് ഗംഗാ നദീ തീരത്തുള്ള മഹാജനപദയും മറ്റൊന്ന് ഹിമാലയൻ മലനിരകൾക്ക് കീഴിലുള്ള മഹാജനപദയും. അപ്പോൾ ഗംഗാ നദീ തീരത്തുള്ള മഹാജനപദയുടെ രാജാവിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അക്കാലത്ത് രാജാവ് കൂടുതൽ ശക്തനായി മാറി. എന്താണ്? രാജാവ് കൂടുതൽ ശക്തനായി മാറി. അതുപോലെ അദ്ദേഹത്തിന് സ്ഥിരമായ ഒരു സൈന്യവുമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തരം സോൾജിയേഴ്സിന് ഭക്ഷണം, അതുപോലെ അവരുടെ സാലറി, പിന്നെ വെപ്പൺസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിലവുകൾ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ കൂടാതെ മറ്റു ജനപദകളുടെ ടെറിറ്ററീസ് കൂടി പിടിച്ചെടുക്കാൻ യുദ്ധങ്ങളും ആ സമയത്ത് നടന്നുകൊണ്ടേയിരുന്നു. ഇവയ്ക്കൊക്കെ ചിലവ് കൂടുതലായിരുന്നതിനാൽ ഈ കാലഘട്ടത്തിൽ കൃഷി ചെയ്തുണ്ടാക്കിയിരുന്ന ക്രോപ്സിന്റെ ഒരു വിഹിതം രാജാവിന് ടാക്സായി നൽകാൻ നിർബന്ധവുമുണ്ടായി. സോ ഇത്തരത്തിലാണ് ഒരു നിർബന്ധിത നികുതിയുടെ തുടക്കം ഉണ്ടാകുന്നത്. എന്താണ്? ഇത്തരത്തിലാണ് ഒരു നിർബന്ധിത നികുതിയുടെ തുടക്കം ഉണ്ടാകുന്നത്. അതായത് മഹാജനപദകളുടെ കാലത്താണ് നിർബന്ധിത നികുതിയുടെ തുടക്കം വരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? മഹാജനപദയിലെ രാജാവിൻ്റെ അധികാരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള മഹാജനപദകളാണ് നിലനിന്നിരുന്നത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഗംഗാ നദീ തീരത്തുണ്ടായിരുന്ന മഹാജനപദങ്ങളും പിന്നൊന്നെന്തായിരുന്നു? ഹിമാലയൻ താഴ്വരയുടെ തീരത്തുണ്ടായിരുന്നതും. ആദ്യം നമുക്ക് ഗംഗാ നദീ തീരത്തുണ്ടായിരുന്ന മഹാജനപദകളെ പറ്റിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ രാജാവ് കൂടുതൽ ശക്തനായി മാറി. കൂടാതെ സ്ഥിരമായി അദ്ദേഹത്തിന് ഒരു സൈന്യമുണ്ടായി. സ്ഥിരമായി സൈന്യം ഉണ്ടായതുകൊണ്ട് തന്നെ എന്താണ്? ചെലവുകളും കൂടുതലായി വന്നു. അതിനാൽ തന്നെ നിർബന്ധമായിട്ട് ജനങ്ങളിൽ നിന്നും എന്താണ്? നികുതി എടുക്കാൻ തുടങ്ങി. സോ അങ്ങനെയാണ് നിർബന്ധിത നികുതിയുടെ തുടക്കം ഈ മഹാജനപദയുടെ കാലത്ത് ഉണ്ടാകുന്നത്. അക്കാലത്ത് ടാക്സിന്റെ രൂപങ്ങൾ പലതായിരുന്നു. അപ്പൊ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളകളുടെ ടാക്സിനെ ആ സമയത്ത് ഭാഗ അല്ലെങ്കിൽ ഷെയർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്താണ്? കൃഷി ചെയ്തുണ്ടാക്കി വിളകളുടെ ടാക്സിനെ ഭാഗ അല്ലെങ്കിൽ ഷെയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് 1/6 ഭാഗം രാജാവിന് കൊടുക്കണമെന്നാണ്. അപ്പം അതായത് 6 കിലോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ 1 കിലോ ആർക്ക് കൊടുക്കണം? രാജാവിന് കൊടുക്കണം. അതായത് 1/6 ഭാഗം രാജാവിന് കൊടുക്കണം എന്നൊരു കരാറായിരുന്നു കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളകളുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ കാർപ്പൻ്റർ ജോലി ചെയ്തിരുന്നവരാണെങ്കിൽ ടാക്സ് ആയിട്ട് കുറച്ച് ദിവസം എന്ത് ചെയ്യണം? രാജാവിനായിട്ട് അവർ കൂലിയില്ലാതെ ജോലി ചെയ്യണം. അപ്പം എന്താണ്? കാർപ്പൻ്റർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ടാക്സ് ആയിട്ട് കുറച്ച് ദിവസം എന്ത് ചെയ്യണം? രാജാവിനായിട്ട് കൂലിയില്ലാതെ ജോലി ചെയ്യണം. മൃഗങ്ങളെയും കന്നുകാലികളെയും വളർത്തുന്നവരാണെങ്കിൽ മൃഗങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ നിശ്ചിത എണ്ണം രാജാവിന് ടാക്സ് ആയി നൽകുകയും വേണം. അപ്പം എന്താണ്? മൃഗങ്ങളെയും കന്നുകാലികളെയും വളർത്തുന്നവരാണെങ്കിൽ അവരുടെ മൃഗങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ നിശ്ചിത എണ്ണം രാജാവിന് ടാക്സ് ആയി നൽകുകയും ചെയ്യണം. ഇനി അതുപോലെ വ്യാപാരികളാണെങ്കിൽ അവർ വാങ്ങുന്നതോ വിൽക്കുന്നതോ ആയ ഐറ്റംസിൻ്റെയൊക്കെ ഒരു ഭാഗം രാജാവിന് ടാക്സ് ആയി നൽകണം. അതാണ് വ്യാപാരികളാണെങ്കിൽ അവർ വാങ്ങുന്നതോ വിൽക്കുന്നതോ ആയ ഐറ്റംസിൻ്റെ ഒരു ഭാഗം രാജാവിന് ടാക്സ് ചെയ്യാൻ നൽകണം. ഇനി അതല്ല, വേട്ടക്കാരോ അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണോ അതിൻ്റെ ഒരു ഭാഗം അവർ കൊടുക്കണം. വേട്ടക്കാരാണെങ്കിൽ ഇപ്പോൾ ഫോറസ്റ്റിലൊക്കെ പോയിട്ട് കിട്ടുന്ന ഹണി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിൽ അത് കൊടുക്കണം. സോ ഇത്തരത്തിലാണ് അക്കാലത്തെ ടാക്സിൻ്റെ രൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളകളുടെ ടാക്സ് ആണെങ്കിൽ ഭാഗ അല്ലെങ്കിൽ ഷെയർ എന്നറിയപ്പെട്ടു. അതായത് 1/6 ഭാഗം രാജാവിന് കൊടുക്കണം. ഇനി കാർപ്പൻ്റർ ജോലി ചെയ്തിരുന്നവരാണെങ്കിൽ ടാക്സ് ആയിട്ട് കുറച്ച് ദിവസം രാജാവിനായി കൂലിയില്ലാതെ ജോലി ചെയ്തു കൊടുക്കണം. ഇൻ കേസ് ഇനി മൃഗങ്ങളെയും കന്നുകാലികളെ വളർത്തുന്നവരാണെങ്കിൽ മൃഗങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ നിശ്ചിത എണ്ണം രാജാവിന് ടാക്സ് ആയി നൽകണം. വ്യാപാരികളാണെങ്കിൽ അവർ വാങ്ങുന്നതോ വിൽക്കുന്നതോ ആയ സാധനങ്ങളുടെ ഒരു ഭാഗമാണ് രാജാവിന് നൽകേണ്ടത്. വേട്ടക്കാരോ അലഞ്ഞു തിരിഞ്ഞോ നടക്കുന്നവരാണെങ്കിൽ പോലും എന്താണ്? അവർക്ക് കിട്ടുന്ന ഒരു വിഹിതത്തിൻ്റെ ഒരു പങ്ക് ആർക്ക് കൊടുക്കണം? രാജാവിന് കൊടുക്കണം. സോ ഇത്തരത്തിലായിരുന്നു മഹാജനപദയുടെ കാലത്തുണ്ടായ നിർബന്ധിത നികുതിയുടെ ഒരു രൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇത്തരത്തിൽ നിർബന്ധിത ടാക്സ് സമ്പ്രദായം മഹാജനപദയുടെ കാലത്താണ് വരുന്നതെന്നുള്ള പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹിമാലയൻ മലനിരകൾക്ക് കീഴിലുള്ള മഹാജനപദങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഹിമാലയൻ മലനിരകൾക്ക് കീഴിലുള്ള മഹാജനപദങ്ങളുടെ പ്രത്യേകത, ഇവ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടൊരു സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. ഇതിനെയാണ് ഗണസംഖ്യ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഗണസംഖ്യ എന്നാണ് അവിടെ നിലനിന്നിരുന്ന ഒരു
ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര്. അപ്പം അതായത് കുറേ ഗണയുടെ ഒരു സംഘമാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക നേതാവോ രാജാവോ ഉണ്ടായിരിക്കില്ല, മറിച്ച് ഒരുപാട് നേതാക്കന്മാരായിരുന്നു ഈ ഡ്യൂട്ടി ചെയ്തിരുന്നത്. ഇത്തരം നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്താണ് ആ മഹാജനപദയെ സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത്. അപ്പം എന്താണ്, ഹിമാലയൻ മലനിരകൾക്ക് കീഴിലുള്ള മഹാജനപദയുടെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. എന്നാൽ ഗംഗാ നദീതീരത്തുള്ള മഹാജനപദ എങ്ങനെയായിരുന്നു? ഒരു രാജാവിൻ്റെ ഏകാധിപത്യമായിരുന്നു അല്ലേ. സോ ഇവിടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് നിലനിന്നിരുന്നതെന്ന് പറഞ്ഞു. ഇതിനെയാണ് ഗണസംഘ എന്ന് വിളിക്കുന്നത്. എന്താണ് ഗണസംഘ? ഈ ടേംസ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതായത് കുറേ ഗണയുടെ സംഘമാണ് ഗണസംഘ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക നേതാവോ അല്ലെങ്കിൽ രാജാവോ ഒന്നും ഉണ്ടായിരിക്കില്ല, മറിച്ച് ഒരുപാട് നേതാക്കന്മാരുടെ ഒരു കൂട്ടമായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇവർ കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് മഹാജനപദയെ സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത്. സോ ഇത്തരത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൊത്തത്തിൽ 16 മഹാജനപദകളാണ് ഉണ്ടായിരുന്നത്. അപ്പം എന്താണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അക്കാലത്ത് 16 മഹാജനപദകളാണ് ഉണ്ടായിരുന്നത്. ഓരോ ജനപദയ്ക്കും ഓരോ ക്യാപിറ്റൽ സിറ്റിയും ഉണ്ടായിരിക്കും. എന്താണ്, ഓരോ ജനപദയ്ക്കും ഓരോ ക്യാപിറ്റൽ സിറ്റിയും ഉണ്ടായിരുന്നു. അപ്പോൾ രാജാക്കന്മാർ പൊതുവെ ഈ ക്യാപിറ്റൽ സിറ്റിയിലായിരിക്കും താമസിക്കുക. ഇത്തരം സ്ഥലങ്ങളെ വലിയ മതിലുകളോ അല്ലെങ്കിൽ കോട്ടകളോ കൊണ്ട് സംരക്ഷിച്ച് വേർതിരിക്കുമായിരുന്നു. ഇത് മറ്റു മഹാജനപദകളിൽ നിന്നുള്ള ആക്രമണങ്ങളെ തടയാനായിട്ടായിരുന്നു ഇങ്ങനെ ഒരു ക്രമീകരണം. കൂടാതെ ഇത്തരത്തിലുള്ള വലിയ മതിലുകളും കോട്ടകളും രാജാവിൻ്റെ സമ്പത്തിനെയും കൂടിയാണ് സൂചിപ്പിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം 600നും 400 BC വരെയുള്ള കാലഘട്ടത്തിലാണ് മഹാജനപദങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് വികാസം പ്രാപിച്ചിരുന്നത്. സോ പ്രധാനപ്പെട്ട മഹാജനപദകൾ ഏതൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് അങ്ക. അങ്ക എന്ന മഹാജനപദയുടെ ക്യാപിറ്റലായിരുന്നു ചമ്പ. എന്താണ് ചമ്പ. അതുപോലെ മഗധ. മഗധയുടെ ക്യാപിറ്റൽ ഏതാണ്? ഗിരിവ്രജ അല്ലെങ്കിൽ രാജഗിർ. ഗിരിവ്രജ അല്ലെങ്കിൽ രാജഗിർ. അതുപോലെ കാസിയുടെ ക്യാപിറ്റൽ ആണെങ്കിൽ കാസി തന്നെയാണ്. വത്സ എന്ന മഹാജനപദയുടെ ക്യാപിറ്റലാണ് കൗസംബി. കോസലയുടെ സ്രവഷ്ടി. സൗരസേനയുടെ മധുര. പാഞ്ചാലയുടെ അഹിച്ചത്രയും അതുപോലെ കാമ്പില്യം. കുറു ആണെങ്കിൽ ഇന്ദ്രപ്രസ്ഥ. മത്സ്യയുടെ വിരാട് നഗർ. ചേദിയുടെ സോദിവാത്തി അല്ലെങ്കിൽ ബാന്ത. അവന്തി ആണെങ്കിൽ ഉജ്ജയിൻ അല്ലെങ്കിൽ മഹിസ്മതി. ഗാന്ധാർ ആണെങ്കിൽ തക്സില. കാംബോജ് ആണെങ്കിൽ പൂഞ്ച. അസ്മാകയുടെ ക്യാപിറ്റൽ പ്രതിഷ്ഠാൻ അല്ലെങ്കിൽ പരിതാൻ. വാജിയുടെ ക്യാപിറ്റൽ വൈശാലി. മല്ലയുടെ ക്യാപിറ്റൽ കുസിനാര. സോ ഇത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ മഹാജനപദകളും അതിൻ്റെ ക്യാപിറ്റലുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. പുരാതന പഠന കേന്ദ്രമായിരുന്ന തക്ഷില യൂണിവേഴ്സിറ്റി നിലനിന്നിരുന്നത് ഗാന്ധാർ എന്ന മഹാജനപദയിലായിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ട 2 മഹാജനപദങ്ങളായിരുന്നു മഗധയും വാജിയും. ഇവ രണ്ടും എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. ലേറ്റർ വേദിക് പീരീഡിൽ സൊസൈറ്റിയെ 4ആയി തിരിച്ചിരുന്നു. തുടക്കത്തിൽ ജോലിയുടെ അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ പിന്നീട് അത് പരമ്പരാഗതമായി കൈമാറി വരാൻ തുടങ്ങി. അതായത് ഒരു വർണ്ണ സിസ്റ്റം ലേറ്റർ വേദിക് പീരീഡിൽ നിലനിന്നിരുന്നു. പ്രധാനമായിട്ടും സൊസൈറ്റിയെ 4ആയിട്ടായിരുന്നു തിരിച്ചിരുന്നത്. ഏറ്റവും മുകളിലത്തെ തട്ടിലുള്ളവർ ബ്രാഹ്മണാസ് ആയിരുന്നു, അതായത് പ്രീസ്റ്റ്. ഇവരാണ് പൂജകളും പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നവർ. അതിന് താഴെയുള്ളവരാണ് ക്ഷത്രിയന്മാർ, അതിന് താഴെ വൈശ്യര്, അത് കഴിഞ്ഞ് ശൂദ്രർ. ഇതിൽ ബ്രാഹ്മണാസിനെ പ്രീസ്റ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവരാണ് പൂജകളും പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നവർ. സൊസൈറ്റിയിലെ ഏറ്റവും ഉയർന്ന ലെവലിലുള്ളവരും ആര് തന്നെയായിരുന്നു? ബ്രാഹ്മണാസ് ആയിരുന്നു. അതിന് താഴെയാണ് ക്ഷത്രിയന്മാർ. ക്ഷത്രിയന്മാരെന്ന് പറയുമ്പം റൂളേഴ്സ് ആണ്, അതായത് രാജാക്കന്മാരും രാജാക്കന്മാരുടെ കൂടെയുള്ള മിലിറ്ററി വിഭാഗവുമാണ് ക്ഷത്രിയ വിഭാഗത്തിൽ വരുന്നത്. അതിന് താഴെയാണ് വൈശ്യർ വരുന്നത്. ഇവർ വ്യാപാരികളും അതുപോലെ കൃഷികളും അതുപോലെ കന്നുകാലികളെ മേയ്ക്കുന്നവരുമായിരുന്നു വൈശ്യരുടെ കൂട്ടത്തിൽ വരുന്നത്. അതിന് താഴെയാണ് ശൂദ്രർ വരുന്നത്. ശൂദ്രരായിരുന്നു സൊസൈറ്റിയിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഇവർ ഹയർ വർണ്ണാസിനെ സെർവ് ചെയ്യുന്നവരായിരുന്നു ആര്? ശൂദ്രാസ് എന്ന് പറയുന്നവർ. ലേറ്റർ വേദിക് പീരീഡിൽ ദൈവങ്ങളായി ഇവർ ആരാധിച്ചിരുന്നത് പ്രജാപതി, വിഷ്ണു, രുദ്ര എന്നീ ദൈവങ്ങളെയായിരുന്നു. പ്രജാപതി മീൻസ് ദ ക്രിയേറ്റർ, അതുപോലെ വിഷ്ണു ദ പ്രൊട്ടക്ടർ, രുദ്ര ഓർ ശിവ മീൻസ് ദ ഡിസ്ട്രോയർ. സോ ഈ 3 ദൈവങ്ങളെയായിരുന്നു ലേറ്റർ വേദിക് പീരീഡിൽ ജനങ്ങൾ ആരാധിച്ചു പോന്നിരുന്നത്. അപ്പോൾ ഏർലി വേദിക് പീരീഡിൽ പ്രയർ ബേസ്ഡ് ആരാധനകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ ലേറ്റർ വേദിക് പീരീഡിൽ യാഗങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട സാക്രിഫൈസിനും പ്രാധാന്യം ലഭിച്ചു. മൃഗങ്ങളെ ബലി കൊടുക്കാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള കോസ്റ്റ്ലി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ പ്രീസ്റ്റ് എന്ന ബ്രാഹ്മണന്മാർ വളരെ ശക്തന്മാരാവുകയും സമൂഹത്തിൽ ഉയർന്ന ശ്രേണിയിൽ ഇവർ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ ബ്രാഹ്മണർ ഈ ശ്രേണിയിലേക്ക് വരുന്നതിന് എതിർപ്പുണ്ടായിരുന്ന ഒരു വിഭാഗമാണ് ഉപനിഷത്ത് പോലെയുള്ള വേദങ്ങൾ രചിച്ചത്. ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളും ചാതുർവർണ്ണയവും മൂലം ജനങ്ങൾ ആ സമയത്ത് ഒരുപാട് പൊറുതിമുട്ടിയിരുന്നു. ബ്രാഹ്മണ
മേധാവിത്വം മൂലം താഴേക്കിടയിലെ ജനങ്ങൾ ഒരുപാട് പൊറുതിമുട്ടിയിരുന്നു, പ്രധാനമായും വൈശ്യരും ശൂദ്രരും. ഈ ഒരു സാഹചര്യത്തിലാണ് ബുദ്ധമതവും ജൈനമതവും ഉണ്ടാകുന്നതും വൈശ്യരും ശൂദ്രരും വൻതോതിൽ ഈ മതങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതും. ജൈനമതം ആദ്യം സ്വീകരിക്കുന്നതും ആര് തന്നെയാണ്? വൈശ്യന്മാരാണ്. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ലേറ്റർ വേദിക് പീരീഡിൽ വന്നപ്പോഴത്തേക്കും ദൈവങ്ങളിലും വ്യത്യാസമുണ്ടായി. ഏർലി വേദിക് പീരീഡിൽ ആരൊക്കെയായിരുന്നു? ഇന്ദ്രൻ, വരുണൻ, മരുത് തുടങ്ങിയവരായിരുന്നു. അതേസമയം ലേറ്റർ വേദിക് പീരീഡിൽ എത്തിയപ്പോഴേക്കും ദൈവങ്ങൾ ആരായി? പ്രജാപതി, വിഷ്ണു, രുദ്ര ഓർ ശിവ എന്നിവരായി. അതുമാത്രമല്ല പ്രാർത്ഥനാ രീതികളിലും വ്യത്യാസങ്ങൾ വന്നു. ഏർലി വേദിക് പീരീഡിൽ പ്രാർത്ഥനാ രീതികൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഘട്ടമായ ലേറ്റർ വേദിക് പീരീഡിൽ യാഗങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട സാക്രിഫൈസ്, അതായത് മൃഗങ്ങളെ ബലി കൊടുക്കുന്നതിലായിരുന്നു ഇവർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പൂജാകർമ്മങ്ങൾ ചെയ്തിരുന്ന മേൽത്തട്ടിലുണ്ടായിരുന്ന ബ്രാഹ്മണന്മാർ ഒരുപാട് ശക്തന്മാരാവുകയും സമൂഹത്തിൽ ഇവര് വീണ്ടും ഉയർന്ന ശ്രേണിയിൽ തന്നെ തുടരുകയും ചെയ്തു. എന്നാൽ ബ്രാഹ്മണർ ഈ ശ്രേണിയിലേക്ക് വരുന്നതിന് എതിർപ്പുണ്ടായിരുന്ന വിഭാഗക്കാരാണ് ഉപനിഷത്ത് എന്ന വേദങ്ങളുടെ ഭാഗമായ പുസ്തകങ്ങളൊക്കെ രചിക്കുന്നത്. ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളും ചാതുർവർണ്ണയും മൂലം ആ സമയത്ത് ജനങ്ങൾ ഒരുപാട് പൊറുതിമുട്ടിയിരുന്നു. ബ്രാഹ്മണ മേധാവിത്വം മൂലം താഴേക്കിടയിലെ ജനങ്ങളായ വൈശ്യരും ശൂദ്രരും ഒരുപാട് പൊറുതിമുട്ടി. സോ ഈ ഒരു സാഹചര്യത്തിലാണ് ബുദ്ധമതവും ജൈനമതവും ഉണ്ടാകുന്നതും വൈശ്യരും ശൂദ്രരും വൻതോതിൽ ഈ മതങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതും. കൂടാതെ ലേറ്റർ വേദിക് പീരീഡിൽ സാധന കൈമാറ്റത്തിൽ നാണയങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. അതായത് ബാർട്ടർ സമ്പ്രദായം മാറി നാണയങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഇവർ വന്നു. ഇവയുടെ തെളിവുകൾ നമുക്ക് ഉത്തർപ്രദേശിലെ ഗംഗാ നദീ തീരങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ലേറ്റർ വേദിക് പീരീഡിലാണ് ബാർട്ടർ സമ്പ്രദായം മാറി നാണയങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തെളിവുകൾ ഉത്തർപ്രദേശിലെ ഗംഗാ നദീ തീരങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഏർലി വേദിക് പീരീഡും അതുപോലെ ലേറ്റർ വേദിക് പീരീഡും ചർച്ച ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന രണ്ട് കൾച്ചർ കൂടിയുണ്ട്. ഒന്നാണ് OCP കൾച്ചറും മറ്റൊന്ന് PGW കൾച്ചറും. OCP കൾച്ചർ എന്നാൽ ഓക്കർ കളേഡ് പോട്ടറി കൾച്ചർ, അല്ലെങ്കിൽ കാവി നിറത്തിലുള്ള കളിമൺ പാത്രങ്ങൾ ഉപയോഗിച്ചവരുടെ സംസ്കാരം എന്നാണ്. എന്താണ്? കാവി നിറത്തിലുള്ള കളിമൺ പാത്രങ്ങൾ ഉപയോഗിച്ചവരുടെ സംസ്കാരം എന്നാണ് OCP കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. PGW കൾച്ചർ എന്താണ്? അത് പെയിന്റഡ് ഗ്രേവിയർ പോട്ടറി കൾച്ചറാണ്. അതായത് ചാര നിറത്തിലുള്ള കളിമൺ പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നവരുടെ സംസ്കാരമാണ് PGW കൾച്ചർ. ഇനി ഇത് ഓരോന്നും എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. OCP കൾച്ചർ എന്ന് പറയുമ്പോൾ BC 1800 BC 1000 ഇടയ്ക്കായിട്ടാണ് ഇത്തരത്തിലുള്ള കാവ്യ നിറത്തിലുള്ള കളിമൺ പാത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പം എന്താണ്? BC 1800 BC 1000 ഇടയ്ക്കാണ് കാവ്യ നിറത്തിലുള്ള കളിമൺ പാത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ചാൽക്കോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ താമ്രശിലായുഗം എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ചെമ്പും ശിലയും ചേർത്ത ആയുധങ്ങളാണ് മനുഷ്യർ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. അപ്പം എന്താണ്? ചാൽക്കോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ താമ്രശിലായുഗം എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ചെമ്പും ശിലയും ചേർത്ത ആയുധങ്ങളാണ് മനുഷ്യർ സാധാരണ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഏർലി വേദിക് പീരീഡിലെ ആര്യന്മാരുടെ കാലമായിരുന്നു ഏത്? ഈ OCP കൾച്ചറിൽ വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ പഞ്ചാബിന്റെ ഭാഗത്തു നിന്നും ഗംഗാ തടങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ധാരാളം കളിമൺ പാത്രങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ്? OCP കൾച്ചർ എന്തിന്റെ ഭാഗമാണ്? ഏർലി വേദിക് പീരീഡിന്റെ ഭാഗമാണ് OCP കൾച്ചർ എന്ന് പറയുന്നത്. അതായത് കാവ്യ നിറത്തിലുള്ള കളിമൺ പാത്രങ്ങൾ എന്താണ്? ഈ ഒരു സംസ്കാരത്തിൽ ഈ ഒരു പീരീഡിലുള്ള ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് PGW കൾച്ചർ എന്ന് പറയുന്നത്. അതായത് 1000 BCക്ക് ശേഷമുള്ള ലേറ്റർ വേദിക് പീരീഡിൽ ചാര നിറത്തിലുള്ള കളിമൺ പാത്രങ്ങൾ ധാരാളമായി ഉപയോഗിച്ചതായിട്ട് മനസ്സിലായി. എന്താണ്? 1000 BCക്ക് ശേഷമുള്ള ലേറ്റർ വേദിക് പീരീഡിൽ ചാര നിറത്തിലുള്ള കളിമൺ പാത്രങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നതിനുള്ള തെളിവുകൾ ലഭിച്ചു. ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടം ലേറ്റർ വേദിക് പീരീഡുമായി ബന്ധപ്പെട്ട PGW കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് OCP കൾച്ചർ ഏർലി വേദിക് പീരീഡുമായും PGW കൾച്ചർ ലേറ്റർ വേദിക് പീരീഡുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. സോ നമ്മൾ പറഞ്ഞു ലേറ്റർ വേദിക് പീരീഡിലാണ് മഹാജനപദങ്ങളൊക്കെ ഒരുപാടായിട്ട് വികാസം പ്രാപിച്ചു വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മഹാജനപദങ്ങൾ എന്ത് ചെയ്തു? പരസ്പരം അവരുടെ ടെറിട്ടറി വലുതാക്കാനും നിലനിൽപ്പിനുമായിട്ട് ഒരുപാട് യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. ഏകദേശം 3-ാം സെഞ്ചുറിയിൽ, അതായത് മൗര്യ സാമ്രാജ്യം ഉയർന്നു വരുന്നതുവരെ ഇത്തരത്തിലുള്ള ഇവരുടെ യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. മൗര്യ സാമ്രാജ്യത്തിൻ്റെ വരവോടെയാണ് മഹാജനപദങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നത്. കൂടാതെ ഒരു ഭാഗത്ത് വേദിക് കൾച്ചറിൽ നിന്നും വ്യത്യസ്ത ചിന്തകളുമായി ഒരു കൂട്ടം ആൾക്കാർ ശ്രാവണ ട്രഡിഷൻ, ബുദ്ധിസം, ജൈനിസം എന്നിവയിലേക്കും തിരിയുകയും ചെയ്തിരുന്നു. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആര്യ കാലഘട്ടം അല്ലെങ്കിൽ വേദിക് പീരീഡിലെ ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡും അവരുടെ സോഷ്യൽ സ്ട്രക്ചറിലും മറ്റെല്ലാ തലത്തിലും എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശദമാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.